അപ്പോൾ ഗൈസ് എല്ലാവർക്കും ലിറ്റിൽ ഗൈസ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കെങ്ങനെ BMW വാൾപേപ്പേഴ്സ് ഒക്കെ ചെയ്യാമെന്നാണ്. അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നമുക്ക് ബൈക്കിൻ്റെയോ കാറിൻ്റെയോ ഏത് കാറാണെങ്കിലും നമുക്ക് ചെയ്യാം. അതിന് സെപ്പറേറ്റ് ആപ്പ് നിങ്ങൾ കെട്ടേണ്ടി വരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ എടുക്കണം. എന്നിട്ട് BMW ആണെങ്കിൽ BMW വാൾപേപ്പർ ആപ്പ് എന്ന് അടിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഇത് MI ഫോൺസ് ഉള്ളവർക്ക് നല്ലോണം 7.7 MB ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും. അടുത്ത രണ്ടാമത്തെന്ന് പറയുന്നത് താറിൻ്റെ വാൾപേപ്പർ നമുക്ക് വേണമായിരിക്കും. അപ്പോൾ ഗൈസ് താറിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ താറിൻ്റെ ആപ്പ് നമ്മൾ എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു മെയിൻ സെക്ഷൻ കാണിക്കും. അങ്ങനെ കാണിക്കും. നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഏത് താറാണോ വേണ്ടത് നിങ്ങളിപ്പോൾ ആ കാറ് സെലക്ട് ചെയ്യാൻ. അപ്പോൾ ചൂസ് ചെയ്യുന്ന താറാണ്. നിങ്ങൾക്ക് ഈ ഫോട്ടോ ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഡൗണിലായിട്ട് ഫസ്റ്റത്തെ ഓപ്ഷൻ ഡൗൺലോഡ് ഉണ്ടാവും. അവിടെ നോക്കിയാൽ മതി. ഇവിടെ ഫയലിൽ 40 ഒരു നമ്പർ ഉണ്ടാവും. .jpg ആണെങ്കിൽ മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. ബൈക്കിൻ്റെ ഇങ്ങനെ ചെയ്യേണ്ടത് വിചാരിച്ചാൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് താർ വാൾപേപ്പർ ബൈക്ക് വാൾപേപ്പർ ആപ്പ് എന്ന് അടിച്ചാൽ മതി. നിങ്ങൾക്ക് ബൈക്സ് വാൾപേപ്പർ 2025 ഉണ്ടാവും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പോയിട്ട് അവിടെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബൈക്സ് വാൾപേപ്പർ. അല്ലെങ്കിൽ ആപ്പ് സ്ക്രീനിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്താലും മതി. പിന്നെ അവിടെ വാൾപേപ്പേഴ്സും ഉണ്ടാവും. അവിടെ വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാൾപേപ്പേഴ്സ് ഉണ്ടാവും. അതിന് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇപ്പം ഞാൻ റോയൽ എൻഫീൽഡ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ടാകും റൈറ്റ് സൈഡിൽ ഡൗൺ ആയിട്ട്. നിങ്ങൾ ഡൗൺലോഡ് എന്ന് നോക്കിയാൽ ലോഡിംഗ് എന്ന് കാണിച്ചിട്ട് ഡൗൺലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് ചെയ്താൽ മതി. നിങ്ങൾ ഗാലറിയിൽ പോയിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഇതുണ്ടോ അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.